A very good morning, everyone. Yet another episode of 7 a.m. Business Club. 7 a.m. Business Club ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ അറിവിലോട്ട് വേണ്ടിയിട്ട് ഇത് ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ബിസിനസ് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ബിസിനസ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സിനെ നമ്മൾ ഓൺബോർഡ് ചെയ്യുന്ന ഒരു 100 days പ്രോഗ്രാമാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബിൻ റണ്ണിങ് nicely so far, and today 68th day. നമ്മൾ ആ ഒരു പ്രോസസ്സിന്റെ അവസാന മന്തിലോട്ട് കടക്കാനിരിക്കുകയാണ്. ഇന്ന് നമുക്ക് റൈസിംഗ് വെഞ്ചർ ക്യാപിറ്റൽ ഫോർ യുവർ സ്റ്റാർട്ടപ്പ് എന്നുള്ള ടൈറ്റിലാണ് ഡിസ്കഷന് നമുക്കുള്ളത്. ഡെഫിനറ്റ്ലി നമുക്കറിയാം, നമ്മൾ ഇതിനോടകം തന്നെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളെ കുറിച്ച്, സ്റ്റാർട്ടപ്പ് എന്താണെന്നുള്ളതിനെ കുറിച്ച്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പല സപ്പോർട്ടും ആവശ്യം ഉണ്ടായേക്കാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെഞ്ചർ ക്യാപിറ്റൽ റൈസിങ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യാപിറ്റൽ റൈസിങ് തന്നെ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മളെ ഏറ്റവും അടുത്ത നെറ്റ്വർക്കിലുള്ള ആളുകളെടുത്ത് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം. ഇതൊക്കെ അല്ലാതെ മറ്റ് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ വെക്കുന്നത് വെഞ്ചർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രോബബ്ലി എ വെരി എനർജറ്റിക് and an enlightening personality who probably, I think he has did his studies outside India as well. So Vinay James Kynadi, he is our guest today, and he's an entrepreneur. He is a early stage investor. Ventureway എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹം ഫൗണ്ട് ചെയ്ത് റൺ ചെയ്യുന്നത്. So we'll ask and we'll get to know more about him through we go in the session. So welcome to the session, Vinay. You're on mute. You're all right. Okay, you may please unmute. Yeah, you may please unmute. Yes, I was not able to unmute myself. Yeah, sorry about that. Yeah, sorry about that. I think I wasn't given the permission. No problem. Yeah. So hi Vinay. Vinay, ഞാൻ ഇന്നലെ വിനയനെ മീറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചത് വിനയുടെ പ്രൊഫൈൽ പേരിനോടൊപ്പം തന്നെ ഹോം ഓഫീസ് എന്ന് എഴുതിയിരിക്കുന്നു. സോ എ ക്വസ്റ്റ്യൻ ഈസ് an additional question is not required. എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നുള്ള ചോദ്യം ആവശ്യമില്ലാത്ത രീതിയിൽ you are very specific and clear. And I felt it is highly professional approach. Nice to know that you joined. Yeah. Zoom-ൽ പല അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒന്ന് ഇത് ഹോം ഓഫീസിലെ അക്കൗണ്ടിലാണ് കോൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ആ ഒരു അക്കൗണ്ട് അങ്ങനെ സെറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. Yeah. But that is anyway a good approach. Yeah. So when first thing I wanted to ask is yes, അവിടെ പല ഓപ്ഷൻസ് ഉണ്ട് വിനയ്ക്ക് ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട്. So but you're doing this Ventureway എന്നുള്ള കമ്പനിയാണ് റൺ ചെയ്യുന്നത്. What actually inspired you to start this venture? So ഞാൻ കോളേജിൽ പഠിച്ചത്, ഞാൻ 2010 മുതൽ 2012 വരെ കോളേജിലായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു ഓൺട്രപ്രനർ ആയിട്ട് 1-2 ബിസിനസ് ഒക്കെ ചെയ്തു, കുറച്ചൊക്കെ ഗ്രോ ചെയ്ത് കഴിഞ്ഞ് ഫെയിൽ ചെയ്തു. അപ്പം ഫെയിൽ ചെയ്ത് കഴിഞ്ഞ് അന്ന് കുറച്ച് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് 2009-ലും 10-ലും ഒക്കെ കുറച്ച് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. I was unsuccessful, but അത് കഴിഞ്ഞ് when I finally joined for my MBA at London Business School, I opted to study venture capital and private equity. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് I started another business which luckily was successful. And so that has been growing. Aa samayatha I found I knew I was qualified for venture capital, but naatla venture capital ne patti oru awareness investment enganeyanu oru startup na raise cheyavunnalladine patti oru awareness okke koravayitte thonni. So I thought this would be a good opportunity to use the skill sets and the education and the qualification that I had. Angane thodangiyadana. I started investing in startups thodakathila. ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് ഒരു കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ഓൺട്രപ്രണറിന് നെസസറിലി ഗ്രോ ചെയ്യാൻ പറ്റത്തില്ലാണ്. അപ്പം കുറെ കൂടെ അഡീഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു
വെഞ്ചർ തുടങ്ങിയത്. വെഞ്ചർവേയുടെ പഴയ പേര് ആൽഫബേ എന്നായിരുന്നു. ആൽഫബേ സെറ്റപ്പ് ചെയ്തപ്പം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ സ്റ്റാർട്ടപ്പ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊരാൾ ബിസിനസ് തുടങ്ങുമ്പം പുള്ളി ചിലപ്പോൾ നല്ല ടെക് എക്സ്പേർട്ട് ആയിരിക്കാം, പുള്ളിക്ക് പല കഴിവുകളും ഉണ്ടാവും, ആ കഴിവുള്ള ഏരിയയിലായിരിക്കാം ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ വേറെ പല ബിസിനസിനെ കുറിച്ചുള്ള ഒരു വിവരവും ഉണ്ടാവത്തില്ലായിരിക്കും. കമ്പനി എങ്ങനെയാ സെറ്റപ്പ് ചെയ്യേണ്ടത്, ബ്രാൻഡിങ് എങ്ങനെയാ ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് എങ്ങനെയാ ചെയ്യേണ്ടത്, ഒരു വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫെർദർ ഫിനാൻസും അക്കൗണ്ടിങ്ങും ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ഇൻഹെറന്റ്ലി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻറ്റ്യൂഷൻ ഒക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പം ഞങ്ങളുടെ ഹോൾ കോൺസെപ്റ്റ് വാസ് ടു, ഇഫ് സമ്മൺ വാണ്ട്സ് to start a business, we will write a check, we will invest in them and provide all support. Our business in the core, our expertise ulla operation matram avare nokiya madi, baaki ellam nammal provide cheyum ennulla oru concept ilana we first started out with this, and it is a very fulfilling feeling. Appo samayillathappam namakku ee business thodangikondirikkan pattathilla, പക്ഷേ വേറെ ആരുടെങ്കിലും സമയത്തിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് സപ്പോർട്ടും കൊടുത്തു വിട്ടാൽ there are different businesses that can flourish എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് തുടങ്ങിയത്. ഓക്കെ, സോ ഇതിനോടകം ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്? Industries, we've invested in quite a few different companies. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇൻഡസ്ട്രീസ് ഇപ്പം ഞാൻ സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ പലപ്പോഴും ടെക് എനേബിൾഡ് ആയിരിക്കാം, പക്ഷെ ടെക് എനേബിൾഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ലോജിസ്റ്റിക്സ് ഫോക്കസ്ഡ് ഒരു പ്രൈമറിലി ടെക് ബേസ്ഡ് അല്ലെങ്കിൽ പോലും there are some innovative business models ഉണ്ടെങ്കിൽ we are happy to invest. Then sometimes there are some people with excellent skill sets, like there was a physiotherapist who's probably one of the best physiotherapists that I've met. So we've invested with him to set up a chain of physiotherapy centers. അപ്പൊ അവിടെ ഒന്നും ടെക്കിന് വലിയ റെലവൻസ് ഇല്ല, ഫൗണ്ടറിന്റെ എക്സ്പെർട്ടീസിനാണ് റെലവൻസ് ഉള്ളത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ we've invested in together as a process under Ventureway and the different initiatives, when we invested in about 20 companies. അപ്പം പല സ്പേസസിലും പല സെക്ടറിലുമാണ് ഇൻവെസ്റ്റേഴ്സ് തന്നെ. സെക്ടർ സ്പെസിഫിക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, സെക്ടർ അഗ്നോസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. സെക്ടർ അഗ്നോസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് അക്രോസ് സെക്ടേഴ്സ്. സെക്ടർ അല്ല അവരുടെ എക്സ്പെർട്ടീസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഞാനൊരു സെക്ടർ അഗ്നോസ്റ്റിക് ഇൻവെസ്റ്ററാണ്. സോ വി ഇൻവെസ്റ്റ് അക്രോസ് സെക്ടേഴ്സ്. ഞങ്ങളുടെ എക്സ്പെർട്ടീസ് ആ തുടക്കത്തെ സ്റ്റേജിലെ ഐഡിയ സ്റ്റേജ്, കോൺസെപ്റ്റ് സ്റ്റേജ്, ആ എക്സിക്യൂഷൻസ്, ആ സ്റ്റേജിലെ എക്സിക്യൂഷനാണ്. സോ അതുകൊണ്ട് ഏത് സെക്ടർ ആണെങ്കിലും എനിക്ക് തീരെ മനസ്സിലാവാൻ പറ്റാത്ത സെക്ടറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം ഭയങ്കര ഹാർഡ് കോർ ക്രിപ്റ്റോ ഇസ് നോട്ട് മൈ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസ്. പിന്നെ ഞാൻ വെറുതെ ഒരു ചെക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. But other than that, if it's a space that I can find intuitive and understand, or at least learn, then I'm okay investing. So we've invested. So to answer your question, we've invested across sector. Even outside India, porthulla company. Yes, we've invested in the US and the Middle East. Very good. And we support ecosystems in other places also. And the direct investments allengilum Ventureway also connects investors and founders in different parts of the world. ഞങ്ങളുടെ ഹോൾ ഉദ്ദേശം was to help emerging ecosystems. ഇപ്പോൾ ഒരു സിലിക്കൺ വാലിയിലുള്ള ഒരു ഫൗണ്ടറിനോ ഒരു സിലിക്കൺ വാലിയിലുള്ള ഒരു ഇൻവെസ്റ്ററിനോ ഒരു സഹായവും ആവശ്യമില്ല. അവിടെ വേണ്ട എല്ലാ ഒരു ഇക്കോസിസ്റ്റത്തിൽ, ഒരു ഓൺടർപ്രണറിയൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ വേണ്ട എല്ലാ റിസോഴ്സസും, ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു കോ ഫൗണ്ടേഴ്സ് ടു ഓൾ സപ്പോർട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് ടു മെന്റേഴ്സ്, എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പല ഇക്കോസിസ്റ്റംസും ഉണ്ട് അക്രോസ് ദ വേൾഡ്, ലൈക്ക് ന്യൂയോർക്ക്, ലണ്ടൻ, ടെലവീവ്. Even Dubai is growing as a great startup ecosystem with all resources there. Kerala startup mission ഒക്കെ വെച്ചിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. I applaud their efforts, but എവിടെ എത്തിയിട്ടില്ല, as in when you compare it in a global scenario. അപ്പം I believe that places like Kerala, we work with organizations and government initiatives in different parts of the world, like emerging markets, from Colombia, Bangladesh, Nigeria, wherever we feel they can also use the support by being included in us or a part of our ecosystem, that global ecosystem that we are trying to develop. We connect with them and we try supporting each other.
So the whole concept that we are working on is we actually have already started facilitating that also, where we have investors from different countries. We have startups from different countries. Ellavareyum connect ചെയ്യുന്നത് is a big part of what Ventureway does. ഓക്കെ, ഓൾറൈറ്റ്. സോ ബേസിക്കലി നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ റൈസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസും ആ രീതിയിലായിരിക്കാം പക്ഷേ എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടാവുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, പിന്നെ ഈ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ വാട്ട് ഈസ് യുവർ സെക്യൂരിറ്റി? ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ ഒരു എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്? ഈസ് ഇറ്റ് എ സെക്വയർഡ് മാനറിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ യു ആർ ഓൾസോ ടേക്കിംഗ് എ റിസ്ക് ഇൻ ദാറ്റ് മാനർ, ഓർ വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് യു പ്രോബ്ലി ഗോ വിത്ത്? So risk capital ആണ് 100%. ഏർലിയർ സ്റ്റേജസിൽ പലപ്പോഴും വലിയ ഡോക്യുമെന്റ്സും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. ഒരു പിച്ച് ഡെക്ക് ചോദിക്കും. എല്ലാ ഇൻവെസ്റ്ററും ചോദിക്കുന്നത് ഒരു പിച്ച് ഡെക്ക് ആണ് സാധാരണ. എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്, ആ പ്രോബ്ലം എത്ര ക്രിട്ടിക്കൽ ആണ്, ആൻഡ് നിങ്ങളുടെ സൊല്യൂഷൻ അതിന് എത്ര സസ്റ്റൈനബിൾ ആണ് എന്നുള്ള ഒരു കോർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് പോലെ ഒരു പിച്ച് ഡെക്ക് ആണ് ഞങ്ങളുടെ ഒരു പ്രൈമറി ഡോക്യുമെന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. സോ സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഇപ്പം we run multiple investor groups also under Ventureway. These are called angel networks, because at the earliest stages external investment കിട്ടുന്ന angel investors ആണെന്ന് പലർക്കും അറിയായിരിക്കാം. Because venture capital ഇതെല്ലാം ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇൻഡസ്ട്രി ആയിട്ട് കൺസിഡർ ചെയ്താലും ഏറ്റവും ആദ്യത്തെ സ്റ്റേജസിൽ പ്രൊഫഷണൽ വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യൂല. ഏറ്റവും ആദ്യത്തെ സ്റ്റേജസിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഐ എം എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ ഓൾസോ. സോ ഞങ്ങൾ നോക്കുമ്പം ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പിച്ച് ഡെക്കും ഫൗണ്ടറിന് ക്ലാരിറ്റി ഉണ്ടോ എന്താ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതും ആ ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ടോന്നും ഒക്കെ കൂടുതലും സോഫ്റ്റ്വെയർ എലമെന്റ്സ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാനേ പറ്റത്തുള്ളൂ. സെക്യൂരിറ്റി ഒന്നും ഞങ്ങൾക്കില്ല, വിച്ച് മീൻസ് ഇറ്റ്സ് 100% റിസ്ക് ക്യാപിറ്റൽ. സോ ഒരു 10 സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പലപ്പോഴും അതിൽ 7-8 എണ്ണം, ഇപ്പൊ സിലിക്കൺ വാലി ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിൽ അതിലൊരു 7-8 എണ്ണം സീറോ ആയിരിക്കും, സീറോ റിട്ടേൺ ആ കിട്ടുക. ബട്ട് ഒരെണ്ണം ഒരു സ്വിഗ്ഗിയോ സൊമാറ്റോയോ ഊബറോ വല്ലോ ആയാൽ അതിന് 100x റിട്ടേൺസ് കിട്ടും. അപ്പം ആ സ്വിഗ്ഗിനെ ഊബറിനെ കണ്ടുപിടിക്കാനാണ് എല്ലാ ഇൻവെസ്റ്ററും ആഗ്രഹിക്കുന്നത്. എല്ലാ സ്റ്റാർട്ടപ്പിനെയും അവിടെ എത്തിക്കാൻ സഹായിച്ചു കൊടുക്കലുമാണ് നമ്മുടെ ഒരു ഹോൾ കോർ ടാർഗറ്റ്. ഓക്കെ, വെഞ്ചുവേ താങ്കളുടെ സ്ഥാപനത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ക്ലാരിറ്റി ഓഡിയൻസിന് വരാൻ വേണ്ടിയിട്ട്, other than helping them to raise the fund, what are the other services you normally provide? So it's a complete gamut of services. ഗ്ലോബലി ഇപ്പം കേരള ശ്രമിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ്. ലോകത്തിലെ എല്ലാ കൺട്രീസും അവരുടെ നാട്ടിലൊരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ട എല്ലാ റിസോഴ്സസും ഉള്ള ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. അതിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവും. അതായത് എനിക്ക് ടെക് നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്ക് മാർക്കറ്റിംഗ് അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഡിസൈൻ അറിയത്തില്ല. അപ്പൊ എനിക്കൊരു പാർട്ട്ണറിനെ, കോ ഫൗണ്ടറിനെ കണ്ടുപിടിച്ച് ആ കോ ഫൗണ്ടറിന് ടെക്കോ മാർക്കറ്റിങ്ങോ പുറത്തേക്ക് ഗ്ലോബൽ മാർക്കറ്റിങ്ങോ അറിയാമെങ്കിൽ ആ കോ ഫൗണ്ടറിനെയും കണ്ടുപിടിക്കാനുള്ളൊരു സിലിക്കൺ വാലിയിലാണ് അങ്ങനത്തെ ധാരാളം കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവും, ക്വാളിഫൈഡ് കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവും, മെന്റേഴ്സ് ഉണ്ടാവും, പീപ്പിൾ ഹു ഹാവ് ഗോൺ ത്രൂ ദിസ് ജേർണി മൾട്ടിപ്പിൾ ടൈംസ്, പീപ്പിൾ ഹു നോ വാട്ട് ടു ഡു. അപ്പൊ mentors are a big part of an ecosystem. Government is a big part of the ecosystem because regulatory framework has to be conducive for any startup or entrepreneurship to grow. പിന്നെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, റിസർച്ച് ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന നല്ല യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ സ്റ്റുഡൻസിനെ, ഇന്റേൺസിനെ കിട്ടും. പീപ്പിൾ ഹു വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ ജേർണി. ഹ്യൂമൻ റിസോഴ്സസ് come a lot out of these universities. അപ്പൊ യൂണിവേഴ്സിറ്റീസ് ആർ എ ബിഗ് പാർട്ട് ഓഫ് എനി സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. പിന്നെ ഇൻക്യുബേറ്റേഴ്സും ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇതൊരു ഓൺടർപ്രണർഷിപ്പ് സ്കൂൾ പോലെ ഒന്ന് കൂട്ടിയാൽ മതി. അതായത് എനിക്കൊരു നല്ല, അപ്പം എൻ്റെ ഒരു ഐഡിയേറ്ററി എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ഇൻക്യുബേറ്റർ ആണ് ആക്ച്വലി. അതായത് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഐഡിയേറ്ററിയിൽ അപ്ലൈ ചെയ്താൽ ഞങ്ങൾക്ക് ആ ഐഡിയയൊക്കെ ഇഷ്ടപ്പെട്ടു, ഈ ഫൗണ്ടറിന് ഇത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ വി ടേക്ക് ദം ഇൻ ആൻഡ് ദെൻ വി സപ്പോർട്ട് ദം. We give capital, we give all support, and we handhold them. So that is ideatory. അത് ഒരു ഇൻക്യുബേറ്റർ ആണ്.
അങ്ങനത്തെ ഇൻക്യുബേറ്റേഴ്സും ഒരു ഇക്കോസിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു എലമെന്റാണ്. അങ്ങനെ സോ ഇങ്ങനത്തെ പിന്നെ സപ്പോർട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. സിലിക്കൺ വാലിയിൽ ഒരു ലോയറിന്റെ അടുത്ത് പോയാൽ എനിക്ക് ഒരു ഇൻവെസ്റ്ററുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എല്ലാം കൃത്യമായിട്ട് അറിയായിരിക്കും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് പോയാലും ചാർട്ടേഡ് അക്കൗണ്ടന്റിനും എല്ലാം 100% അറിയായിരിക്കും. ഒരു നാട്ടില് കോഴിക്കോട്ടുള്ള ഒരു ആവറേജ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് പോയി എനിക്കൊരു ഇൻവെസ്റ്ററിന്റെ അടുത്ത് നിന്ന് ഞാൻ 1 കോടി രൂപ വാങ്ങുക, ഞാൻ 5 ലക്ഷം രൂപ മാത്രമേ ഇടൂ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന്റെ അടുത്ത് ഞാൻ 95 lakhs വാങ്ങുക, ഞാൻ 5 lakhs ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയും അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് 95% സ്റ്റേക്ക് കൊടുക്കണം, എന്നിട്ട് നിങ്ങൾക്ക് 5% സ്റ്റേക്ക് കിട്ടും എന്ന് പറയും. സാധാരണ നമ്മളിവിടെ കാണുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ബിക്കോസ് പുള്ളി ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനിലാണ് ഇക്വിറ്റിയും സാധാരണഗതിയിൽ ഡിവൈഡ് ചെയ്ത് പരിചയം ഉണ്ടാവുക. ബട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം മനസ്സിലാക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചോളം പുള്ളിക്ക് മനസ്സിലാവും ദാറ്റ് വെറും 95% ഒരു ഇൻവെസ്റ്ററിന്റെ അടുത്ത് നിന്ന് വന്നാലും ആ ഇൻവെസ്റ്ററിന് 5% ഇക്വിറ്റി കൊടുത്താൽ മതി, because that is how deals are structured. So which means if you have expertise and you want to start a company, you can hold majority or a big portion of the equity with zero investment. അപ്പം ഇതൊക്കെ മനസ്സിലാവുന്ന ആൾക്കാരെ ഒരുമിച്ച് ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് വെഞ്ചർവേയുടെ ടാർഗറ്റ്. പഴയ കാലത്ത് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സിറ്റി സ്പെസിഫിക് ഇക്കോസിസ്റ്റം ആയിരുന്നു ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. വെഞ്ചർവേയുടെ തീസീസ് എന്താണെന്ന് വെച്ചാൽ ഇക്കോസിസ്റ്റം, ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഒരിക്കലും ഒരു സിറ്റി സ്പെസിഫിക്കോ ലൊക്കേഷൻ സ്പെസിഫിക്കോ ആവേണ്ട ആവശ്യമില്ല. ഇറ്റ് ക്യാൻ ബി വൺ യൂണിഫൈഡ് ഗ്ലോബൽ ഇക്കോസിസ്റ്റം. ഞങ്ങളുടെ തീസീസ് ആണ്, ഞങ്ങൾ അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോഫാ വി ആർ സക്സസ്ഫുൾ, ബട്ട് ഇറ്റ് ഇസ് എ ലോങ് പ്രോസസ് because we want the whole world to work as one ecosystem, one global unified virtual ecosystem. അപ്പൊ ഈ ഇക്കോസിസ്റ്റത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സും ഞങ്ങൾ വെഞ്ചർവേയുടെ ഒരു അംബ്രലയുടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി തൊട്ടു നേരത്തെ വിനയ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഒരു പുറത്തുനിന്ന് ഫണ്ട് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഇതിനെക്കുറിച്ച് വലിയൊരു എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കൂടി ആയിരിക്കാം ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽസ് വരെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഓണർഷിപ്പ് ഡയലൂറ്റഡ് ആവുമോ, എൻ്റെ കൺട്രോൾ ഡയലൂറ്റഡ് ആവുമോ എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി ഐഡിയ ഉള്ള ആൾക്കാരുണ്ടാവും, സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ള ആൾക്കാരുണ്ടാവും. ആക്ച്വലി എന്താണ് റിയാലിറ്റി? ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി ആ ഒരു ഭാഗത്തിനെ കുറിച്ച്. അത് സാധാരണ ഇൻവെസ്റ്റ്മെന്റ് അറിയാൻ മേലാത്ത ഒരാളുടെ അടുത്ത് പോയാൽ ഡയലൂറ്റഡ് ആവും. എന്നെയൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കഴിഞ്ഞൊക്കെ എന്നെയൊക്കെ എന്റെ ബിസിനസ് സൈഡിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇൻവെസ്റ്റ് ചെയ്ത 51% എങ്കിലും എന്ത് വെച്ചാലും വെച്ചോണം, അല്ലെങ്കിൽ റിസ്ക് ആണ്. അതായത് പഴയ കാലത്ത് സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് ഒരാൾ തുടങ്ങുവാണെങ്കിൽ ഞാൻ 90 രൂപയും വേറെ ആരും 100 രൂപ ഇട്ടല്ല, എനിക്ക് 90% കിട്ടും, അയാൾക്ക് 10% കിട്ടും. പിന്നെ ഇങ്ങനെയാ ഒരാൾക്ക് ഈ ബിസിനസിന്റെ നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നാൽ കൂടി വന്നാൽ ഞാൻ പറയും ഞാൻ തൽക്കാലം 90 ഇടാം, പ്രോഫിറ്റ് എനിക്ക് എൻ്റെ 40 തിരിച്ചു തരണം, എന്നിട്ട് നമുക്ക് 50-50 ഓടിക്കാന്ന് പറയും. അതായിരുന്നു സാധാരണഗതിയിലൊക്കെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുക. ഞങ്ങളുടെ കേസിൽ നേരെ തിരിച്ചാ. അതായത് ഞങ്ങൾ 90 രൂപ ഇടും, ഞങ്ങൾക്ക് 10% കിട്ടത്തുള്ളൂ, അത് മതി. അപ്പൊ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, പ്രൊഫഷണൽ ആയിട്ടുള്ള വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് അറിയാവുന്ന ആൾക്കാരും അങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് കഴിഞ്ഞ 30-40 കൊല്ലത്തിൽ ഇത്രയും കമ്പനീസും എല്ലാം ഗ്രോ ചെയ്തിട്ടുള്ളത്. ഈ ഗ്ലോബലി കാണുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബൂമും ഇത്രയും വെൽത്ത് ക്രിയേഷനും ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡിൽ ഇല്ലാത്ത പോലത്തെ വെൽത്ത് ക്രിയേഷൻ ആണല്ലോ. നമ്മളിപ്പോ കാണുന്ന ലോകത്തിലെ എല്ലാ വലിയ കമ്പനീസും സ്റ്റാർട്ടപ്സ് ആയിട്ട് തുടങ്ങിയവരാണ്. വെഞ്ചർ ക്യാപിറ്റൽ എടുത്ത് സ്റ്റാർട്ടപ്സ് ആയി തുടങ്ങിയതാണ്. പഴയ കാലത്തെ എല്ലാ വലിയ കമ്പനികളും ഇല്ലാതായി എന്നല്ല, they've plateaued, they haven't grown enough. But if you look at all the wealth that you see around, be it the Microsoft, the Googles, the Amazons, the Facebooks, എല്ലാം വെഞ്ചർ ക്യാപിറ്റൽ എടുത്ത് ഗ്രോ ചെയ്ത കമ്പനീസാണ്. അപ്പം സോ ദിസ് ഇസ് ഈ ഒരു ഒറ്റ ഒരു അപ്രോച്ചിലുള്ള വ്യത്യാസമാണ് ദാറ്റ് യു ഡോണ്ട് നീഡ് കൺട്രോൾ അഗ്രിമെന്റിൽ ഞങ്ങൾ എഴുതും, ടേം ഷീറ്റ്സിൽ. ബിക്കോസ് ഞങ്ങൾ അല്ലെങ്കിൽ 5% വെച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങളെ കിക്ക് ഔട്ട് ചെയ്ത് പുതിയ കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ് മുഴുവൻ ഫൗണ്ടറിനാണല്ലോ. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടേം ഷീറ്റിൽ ഷെയർ ഹോൾഡേഴ്സ് അഗ്രിമെന്റിൽ നമ്മൾ എഴുതും. പക്ഷെ ഇൻ ടേംസ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഓണർഷിപ്പ് നമുക്കൊരു ചെറിയ പെർസെന്റേജ് ഉണ്ടാവത്തുള്ളൂ. അതിൽ കൂടുതൽ എടുത്താൽ കമ്പനി സസ്റ്റൈനബിൾ ആയിട്ട് ഗ്രോ ചെയ്യത്തില്ല. ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന നാട്ടിലുള്ള പലരും അവർക്ക് നല്ല ബിസിനസ് ഐഡിയ ഉണ്ടായിട്ട് അവർ കാശ് എടുത്ത് 15-16% വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല ഇപ്പോഴത്തെ കാലത്ത്.
Okay. ഒരു സ്കേലബിൾ സ്റ്റാർട്ടപ്പിലാണെങ്കിലാണ് ഞാനിത് പറയുന്നത്. ഒരു സാധാരണ ട്രഡീഷണൽ ബിസിനസ്സിൽ അത് പറ്റണമെന്നില്ല. ഡെഫിനറ്റ്ലി, യാ. സോ ഒരു ഐഡിയ കിട്ടുന്ന സമയത്ത് ആ ഐഡിയ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് കൂടെ ഒരു ടീം ഉണ്ടോ അതിന് വേണ്ടിയിട്ട്? ഹൗ ഡു യു ഡു ഇറ്റ്? I have a team. I have a team at Ventureway and Ideatory. They do it. In fact, 2-3 സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ കാണാറ്. ഞങ്ങൾക്ക് ഏഞ്ചൽസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ഒരു പ്രൊപ്രൈറ്ററി ഡീൽ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഏഞ്ചൽസ് ആപ്പിലാണ് സ്റ്റാർട്ടപ്സ് അപ്ലൈ ചെയ്യാറ്. ഏഞ്ചൽസ് ആപ്പിൽ അപ്ലൈ ചെയ്താൽ ആദ്യം ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു ഇനീഷ്യൽ ഫിൽറ്ററിംഗ് ചെയ്യും, വേർ എല്ലാ എലമെന്റ്സും ഇൻ പ്ലേസ് ആണ്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ മുഴുവൻ, അതൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ല, ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കും. അത് കഴിഞ്ഞ് എല്ലാം ഇല്ലെങ്കിൽ അത് നമ്മൾ കളക്ട് ചെയ്യും, ടീം കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ ഒരു പ്രിലിമിനറി ക്യൂറേഷൻ കോൾ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ക്യൂറേഷൻ ടീം ഉണ്ട്, ഒരു ഇനീഷ്യൽ ഇവാലുവേഷൻ ചെയ്യാൻ. ആ ടീമുമായിട്ട് 2-3 പേരുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ 2-3 പേരുണ്ടാവുമായിരിക്കും ആ കോളിൽ. ആ ടീമുമായിട്ട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് സംസാരിച്ച് ഒന്ന് പിച്ച് ചെയ്ത് ഇത് നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കും. അത് പറ്റുമെങ്കിൽ പിന്നെ ഒരു ഇൻവെസ്റ്റർ ക്യൂറേഷൻ കോൾ ഉണ്ടാവും, ഒരു മെമ്പർ ക്യൂറേഷൻ കോൾ ഉണ്ടാവും. അത് ഞാനോ എൻ്റെ കോ ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും, ഇപ്പൊ ചില സബ്ജക്ട്സിൽ എൻ്റെ എക്സ്പെർട്ടീസ് ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ കോ ഇൻവെസ്റ്റേഴ്സ് അതിൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു മെമ്പർ ക്യൂറേഷൻ കോൾ ഉണ്ടാവും. ഈ മെമ്പർ ക്യൂറേഷൻ കോളിലും കൂടെ അപ്രൂവ്ഡ് ആയാലാണ് ആ മെമ്പർ ക്യൂറേറ്ററിന്റെ അപ്രൂവൽ നോട്ട്സും ക്യൂറേഷൻ നോട്ട്സും കൂടെ വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റർ ഗ്രൂപ്പിലേക്ക് ഈ ഡീല് ഷെയർ ചെയ്തിട്ട് ഒരു പിച്ചിങ് സെഷൻ അറേഞ്ച് ചെയ്യുക. ആ പിച്ചിങ് സെഷനിൽ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ് വന്ന് they listen to the startup, and if they are interested, we go ahead with the deal. If there are enough people interested, we go ahead with the deal. So yeah, so that is a process. അപ്പൊ ഇതിനകത്ത് ആപ്ലിക്കേഷൻ വരുന്ന 1% സ്റ്റാർട്ടപ്സിനെ ഞങ്ങൾ കാണും, ബാക്കിയുള്ളത് ടീമാണ് വാല്യൂവേറ്റ് ചെയ്യുക. Okay. Is this a process for other venture companies as well? എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡ് ആണ്, അല്ലെങ്കിൽ you are doing in this way and some are not? So ഒരു കോമ്പിനേഷൻ ഓഫ് ഡിപ്പെൻസ്. എല്ലാവർക്കും ഇന്നിപ്പോ രാവിലെ എൻ്റെ ഇന്ന് രാവിലെ എൻ്റെ ഹെഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എനിക്കൊരു മെസ്സേജ് ഒരു ആർട്ടിക്കിൾ അയച്ചു. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എങ്ങനെയാണ് ഡീല് സോഴ്സ് ചെയ്യുക എന്നുള്ളതിന്റെ പ്രോസസ്സ്, ഒരു US ആർട്ടിക്കിള് നമുക്കിത് ഷെയർ ചെയ്താൽ ഫൗണ്ടേഴ്സിന് ഗുണം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചു. എന്നിട്ട് ആ പ്രോസസ്സ് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പ്രോസസ്സ് ഇതേപോലെ ഷെയർ ചെയ്ത ആൾക്കാർ വിചാരിക്കും നമ്മുടെ പ്രോസസ്സും ഇതാ, ലോകത്തിലെ എല്ലാ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെയും പ്രോസസ്സ് ഇതാ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മളായിട്ട് ഷെയർ ചെയ്യണ്ട എന്ന് പറയാം. വി കെൻ ടോക്ക് അബൌട്ട് ആ പ്രോസസ്. Every venture capital firm and every angel network and every incubator would have their own processes. By and large same ആയിരിക്കും, because കിട്ടുന്ന ആപ്ലിക്കേഷൻസിന്റെ നമ്പേഴ്സ് ഭയങ്കര ആയിരിക്കും. ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ പ്രോസസ്സസ് സിമിലർ ആയിരിക്കാം. ചിലവരുണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നവരായിരിക്കാം, അവരെ സംബന്ധിച്ചോളം അങ്ങനെ വല്ല ഡീൽ ഫ്ലോ ഒന്നും ഉണ്ടാവത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഭയങ്കര ഡീൽ ഫ്ലോ ആപ്ലിക്കേഷൻസ് 2013 മുതൽ I've been investing, and ഈ ഏഞ്ചൽസ് ആപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് we have huge deal flow. കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബട്ട് അത്ര ആപ്ലിക്കേഷൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം 2013-14 എനിക്ക് ടീമില്ലായിരുന്നു. ആരെങ്കിലും ഫണ്ടിങ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് അതിന് സമയമില്ല, അതുകൊണ്ടാണ് ഈ പ്രോസസ്സസ് എല്ലാം കൊണ്ടുവന്നത്. സോ ഓരോ സ്റ്റേജ് അനുസരിച്ചും നാടനുസരിച്ചും ഫേം അനുസരിച്ചും എല്ലാം പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കും. സാധാരണ സ്റ്റാർട്ടപ്സ് ഐഡിയ ആയിട്ട് വരുന്ന ആളുകൾ ഫണ്ട് റേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കോമൺലി അവർ ചെയ്യുന്ന മിസ്റ്റേക്സ്, ഇത്രയും ഐഡിയാസ് കേട്ട ആൾ, അല്ലെങ്കിൽ ഇത്രയും ക്ലയന്റ് ബേസ് ഉള്ള ആളെന്നുള്ള രീതിയിൽ, എൻക്വയറീസ് ഉള്ള ആളെന്ന രീതിയിൽ യു മസ്റ്റ് ബി നോയിങ് അബൌട്ട് ദ കോമൺ മിസ്റ്റേക്സ് വാട്ട് ദ സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ. സോ വാട്ട് വുഡ് ബി ദാറ്റ്? ഈ മിസ്റ്റേക്സ് ഞാൻ പലപ്പോഴും ഐ നീഡഡ് നെസസറിലി ഡിഫൈൻ മിസ്റ്റേക്സ് ഒരു മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണെന്ന് എനിക്ക് ഉറപ്പ്. ബിക്കോസ് ഇത് തെറ്റും ശരിയും സബ്ജക്റ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കാറ്. പക്ഷെ 100% മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ എന്തെങ്കിലും ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഫാൾസ് ഇൻഫർമേഷൻ തരുന്നതിനെ മാത്രമേ ഉള്ളൂ. ഞാൻ 100% മിസ്റ്റേക്ക് ആയിട്ട് ഡിഫൈൻ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അതല്ലാതെ ഞാൻ എന്ത് മിസ്റ്റേക്ക് ഡിഫൈൻ ചെയ്താലും
അത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് തീസീസും എന്റെ പ്രിഫറൻസസിന്റെയും ബേസിസിൽ അതൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. വേറെ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം അത് മിസ്റ്റേക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ മിസ്റ്റേക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആകെ ഫാൾസ് ഇൻഫർമേഷൻ തരുക എന്നുള്ളത് മാത്രമേ ഞാനൊരു മിസ്റ്റേക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്യത്തുള്ളൂ. ബട്ട് ഏറ്റവും കൂടുതൽ റിജക്ഷൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് ഞാനൊരു സോഷ്യൽ മീഡിയ കമ്പനി തുടങ്ങാൻ പോവാ, ഫേസ്ബുക്കിനകത്ത് ഈ ഒരു ഫീച്ചർ ഇല്ല, ഇതാണ് എന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു പ്രശ്നം എനിക്കില്ല, അതുകൊണ്ട് ഞാനൊരു സോഷ്യൽ മീഡിയ കമ്പനി തുടങ്ങാൻ പോയി, എനിക്ക് ഫണ്ടിങ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേണമെന്നില്ല. ഇതൊരു വലിയ കമ്പനിയെ അത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണെങ്കിൽ അത് ഫേസ്ബുക്ക് 1 മണിക്കൂറും കൊണ്ട് അത് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു വേറെ കോമ്പറ്റീറ്റേഴ്സ് വരാം, ഇത് ഒരു IP എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ ടെക്നോളജിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, ഈ ടെക് കമ്പനീസ് അല്ലാത്ത കമ്പനീസിലും VCs ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ കൂടുതലും ടെക് കമ്പനീസ് ആയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടെക് നല്ലതാണെങ്കിൽ ആ കമ്പനീസിന് ഒരു സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകും. പലപ്പോഴും ടെക്നോളജി ആയിരിക്കും ആ സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുക. ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എല്ലാം ഫീച്ചർ ബേസ്ഡ് ആയിരിക്കും. പലപ്പോഴും സംഭവിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളെ സാധനം വേറെ ഒരു സ്റ്റേറ്റിൽ പോയാൽ, നിങ്ങൾ കോഴിക്കോട്ട് നന്നായിട്ട് ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ കേരളത്തിൽ നന്നായിട്ട് ബിസിനസ് ചെയ്തു, പക്ഷെ ഇത് കേരളത്തിന്റെ പുറത്ത് സസ്റ്റൈനബിൾ ആയിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന എന്ത് ബേസിസാ ഉള്ളത്, നിങ്ങൾക്കൊരു USP എന്താ ഉള്ളത്, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ബേസിക് ഫീച്ചർ ആയിരിക്കും. ആ ഫീച്ചർ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റർ സർക്കിൾസിലും സ്റ്റാർട്ടപ്പ് കോണ്ടെക്സിൽ അതിനെ മോട്ട്സ് എന്നാ വിളിക്കുക, MOATS. ബിസിനസ് മോട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ലാക്ക് ഓഫ് ബിസിനസ് മോട്ട്സ് കാരണമാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാതെ, സ്റ്റാർട്ടപ്സിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാതെ വരുന്നത്. So ഒരു ഡൈവേഴ്സിറ്റി എന്നുള്ള നിലയിൽ, സോ വെൻ വി ടോക്ക് അബൌട്ട് ദീസ് സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് വരുന്ന ആളുകൾ, വാട്ട് സോർട്ട് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് നോർമലി നോക്കുന്നുണ്ട്? ഐ മീൻ, ഫ്രം യുവർ പെർസ്പെക്റ്റീവ് ഐ എം ആസ്കിങ്. അപ്പോൾ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇടാൻ പാടില്ല, ഡിഫറെന്റ് ഏരിയയിൽ ഇടണമെന്ന് പറയുന്നത് പോലെ, ഫ്രം എ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വാട്ട് ആർ ദ ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രീസ് ദേ ആർ ലുക്കിംഗ് ഫോർ? അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു കോൾ അവർ എടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്നതായിരിക്കും? ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ എനിക്ക് ഡിസ്ക്ലെയിമർ പറയണം. ഞങ്ങളുടെ കമ്പനിയുടെ ഏതൊരു കമ്മ്യൂണിക്കേഷനിലും ഞങ്ങൾ വളരെ ക്ലിയർലി ചെയ്യുന്ന ഒരു സാധനം, ഞങ്ങളായിട്ടൊരു 100%, ബിക്കോസ് ഐ ബിലീവ്, ഐ ലേൺ ദ തിയറി, ഐ ബിലീവ് ദാറ്റ് ദർ എക്സിസ്റ്റ് വെരി സ്ട്രോങ് തിയറീസ് ദാറ്റ് സജസ്റ്റ് ഡിഫറെന്റ് തിങ്സ്. അതുകൊണ്ട് എന്റെ സ്റ്റാൻസും എന്റെ പെർസ്പെക്റ്റീവും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആണെന്നോ ആപ്ലിക്കബിൾ ആണെന്നോ ഉള്ളത് അല്ല എന്നുള്ളത് വളരെ ക്ലിയർലി ഐ വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ്. I believe in portfolio theory, diversification of risk. When returns are high and risk is high, portfolio theory kicks in. Portfolio theory എന്ന് പറയുന്നത് കഴിയുന്നത്ര സ്പ്രെഡ് ഔട്ട് ചെയ്യണം. എന്നോട് അഭിപ്രായം ചോദിക്കുന്ന ഏഞ്ചൽസിനോട്, അത് ഞാൻ പഠിച്ചതും അതാ, കോളേജിൽ പഠിപ്പിക്കുന്നതും അതാ, ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റിൽ portfolio theory is extremely critical. So it kicks in very critically. So അതുകൊണ്ട് ഒരു if your investable capital is 2 crores, അത് between 10 to 20 സ്റ്റാർട്ടപ്സിൽ, അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ between 10 to 20 lakhs ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഐഡിയൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റാദർ ദാൻ ആ 2 crores പോയി 2 സ്റ്റാർട്ടപ്പിൽ ഇട്ടാൽ രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റും ഈ ഹോൾ ഇൻഡസ്ട്രീനോട് ഒരു താല്പര്യമേ പോയി പോകും. അതുകൊണ്ട് എന്റെ ബിലീഫും തിയറി കുറെ പഠിപ്പിക്കുന്നതും is that it has to be spread out as much as possible. But that being said, ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ഉണ്ട് കേരളത്തില്. ഞങ്ങൾ ഒരുമിച്ച് തിങ്കളാഴ്ച സീഡിംഗ് കേരള എന്ന് പറഞ്ഞ ഇവന്റിൽ ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് തീസീസ് എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഒരു സ്റ്റാർട്ടപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പക്ഷെ ആ സ്റ്റാർട്ടപ്പിന് എന്റെ കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കണം, വലിയ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. പുള്ളി, ഐ റെസ്പെക്ട് ഹിസ് വ്യൂസ്. അത് പുള്ളിയുടെ വ്യൂസ്, അത് തെറ്റാന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് കുഡ് ബി ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ്, ഡിഫറെന്റ് ways in which people diversify the risk.
ഓക്കെ, സോ ദാറ്റ്സ് ക്ലിയർ. വിനയുടെ ഒരു അഭിപ്രായത്തിൽ ഒരു നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്, നമുക്ക് അടുത്തൊരു 5 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഒരു ചേഞ്ച് ആണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ലാൻഡ്സ്കേപ്പിൽ വരാൻ പോകുന്നത്? ഐ മീൻ, ഐ എം ആസ്കിങ് അബൌട്ട് ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ, ഓൾസോ സ്റ്റൈൽ ഓഫ് വർക്കിങ്ങിലോ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിലോ, അല്ലെങ്കിൽ കൂടുതൽ ഇന്ന് ഇൻഡസ്ട്രിയിലോട്ടാണ് ഇനി വെഞ്ചർ ക്യാപിറ്റൽസ് ഫോക്കസ് ചെയ്യാൻ സാധ്യത ഉള്ളത്? അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കമന്റ് ഉണ്ടോ? വാട്ട് ഇസ് യുവർ എക്സ്പെക്ടേഷൻ? ഇൻഡസ്ട്രി ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ട് കാണുന്നത്, വെരി ക്ലിയർലി. പല സാധനങ്ങളും ഒരുമിച്ച് ഒരേ സമയത്ത് Web3 ഉണ്ട്, AR/VR ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്, ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്നുണ്ട്. ബട്ട് ഇതിലെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ഇൻഫാക്ട് ഞാനൊരു 3-4 കൊല്ലമായിട്ട് I've been telling everyone that the biggest change is going to come in artificial intelligence, and I think most people were aware of that. ഇപ്പോഴാണ് ChatGPT ഒക്കെ വന്നപ്പം എല്ലാവരും മനസ്സിലാക്കിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പവർ. സോ AI ആണ് ദ ഫ്യൂച്ചർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടെ സെറ്റ് അപ്പ് ബിയോണ്ട് സി എന്ന് പറഞ്ഞ ഒരു AI ഇൻവെസ്റ്റ്മെന്റ്സും AI സപ്പോർട്ടും AI പ്രൊഡക്റ്റ് ഡെവലപ്മെന്റും ചെയ്യാൻ വേണ്ടി ഒരു എൻറ്റിറ്റി. യു സീ ഇറ്റ് ഇൻ ദ Ventureway website too. So Beyond Sea is a company which is focused totally on artificial intelligence. And I believe that is going to be the future, at least the immediate future. But the pace at which technology is changing, we never know. Adinekkalum advanced technology, quantum computing, everything changes at any point of time. Most of the tech, as we know it, the entire landscape status quo changes. As things stand, artificial intelligence, I would say, is the most promising part of the immediate future. And in terms of the venture capital industry, I see a lot of people, a lot of additional capital coming into the venture capital space, the angel investment space. Because എല്ലാവർക്കും സ്റ്റാർട്ടപ്പ് ഒരു എക്സൈറ്റ്മെന്റും ഒരു താല്പര്യമൊക്കെ ഉണ്ട്. There is startups are trending even in emerging economies. That was the case in more developed economies slightly earlier as well. പക്ഷേ ഇപ്പം എമർജിംഗ് എക്കോണമീസിലും സ്റ്റാർട്ടപ്സ് are trending. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന സാധാരണക്കാരൻ അവർക്ക് $1,00,000 ഇൻവെസ്റ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമായിരിക്കാം. കുറെ കൂടെ കൂടുതൽ ആൾക്കാർ, നോട്ട്സ് ഗോയിങ് ടു ചേഞ്ച്, ഇറ്റ്സ് ഗോയിങ് ടു ബി അതൊരു അസറ്റ് ക്ലാസ് ആയി കുറച്ചുകൂടെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാം എമർജിംഗ് എക്കോണമീസിൽ. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറെ ക്ലാരിറ്റി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈസ് ദർ എനിത്തിങ് യു വാണ്ടഡ് ടു ആഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്? അവർ വെഞ്ചർ ക്യാപിറ്റലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരൊരു പക്ഷേ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അവരൊരു പക്ഷേ ഫോളോ ചെയ്യേണ്ട ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് എന്നുള്ള രീതിയിൽ, ഡു യു വാണ്ട് ആഡ് എനിത്തിങ് ഫോർ ദം? ഐ മീൻ, ഐ വുഡ് ലൈക്ക് യു ടു ആഡ്. Because it's such an expansive topic, add cheyananengil there are so many different elements of this topic that I might want to pull in. But what I would probably say is a venture capital approach in a context la market size and ambitions bhayangara critically മനസ്സിൽ വെക്കണം. ഞാൻ കോഴിക്കോട് ഒരു ബിസിനസ് തുടങ്ങി, ഞാൻ കോഴിക്കോടും മലപ്പുറവും വയനാടും എക്സ്പാൻഡ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഞാൻ കൊച്ചി തുടങ്ങിയിട്ട് 4 ഡിസ്ട്രിക്റ്റിൽ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു വിഷനോടെ വന്നാൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ബിസിനസ് ഐഡിയയ്ക്കും മോഡലിനും അത്രയുമാണ് ഈസിലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ ദെൻ ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കാം. ബിക്കോസ് ഇതൊരു റിലേ റേസ് പോലെയാണ്. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് വർത്ത് വൈൽ ആയിട്ട് ബിസിനസ് പിന്നെയും മുമ്പോട്ട് പോകണമെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നാളെ ഒരു മൈക്രോ VC വന്നിട്ട് ഇതേ കമ്പനിയിൽ കുറച്ചുകൂടെ വലിയ വാല്യുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഒരു മനുഷ്യനൊരു ഐഡിയ ഉള്ള സമയത്ത് ആ ബിസിനസിന്റെ വാല്യുവേഷൻ 5 crores കണ്ടിട്ട് ഞങ്ങൾ 50 lakhs 10% വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ആ 55 crores ഞങ്ങളുടെ 50 lakhsന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒന്നുമില്ലാത്തൊരു മനുഷ്യന്റെ മനസ്സിൽ മാത്രമുള്ള ബിസിനസ്, അല്ലെങ്കിൽ തുടങ്ങുന്ന ഒരു സ്റ്റേജിലെ ബിസിനസ്സിൽ 5 കോടി രൂപ വാല്യുവേഷൻ കാണിക്കുന്നത്? ബിക്കോസ് വി വാണ്ട് ദിസ് വാല്യുവേഷൻ ടു കീപ് ഗ്രോയിങ്. അപ്പം അതൊരു റിലേയാ. എവിടെയെങ്കിലും നിന്ന് പോകാമെന്ന് തോന്നിയാൽ അതിന് മുമ്പത്തെ ഇൻവെസ്റ്റർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂല. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിന് നാളെ 20 കോടി രൂപ വാല്യുവേഷനിൽ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഒരു മൈക്രോ VC വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം.
അതിന്റെ പിറ്റത്തെ ഒരു കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വില്ല VC വന്നിട്ട് ഒരു 150-200 crore വാല്യുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നാള് കഴിഞ്ഞാൽ ഒരു ഏർലി സ്റ്റേജ് പ്രൈവറ്റ് ഇക്വിറ്റി ഫേം വന്നിട്ട് ഒരു 500-600 crore വാല്യുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ എല്ലാവരും കാണും അബൌട്ട് ഹൗ ഓരോ സ്റ്റാർട്ടപ്സും ഗ്രോ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ റൗണ്ടില് ചെറിയ വാല്യുവേഷൻ ആയിരിക്കും, വാല്യുവേഷൻസ് കൂടിക്കൊണ്ടിരിക്കും, കിട്ടുന്ന വേഗം എങ്ങനെ ഒരു $1 billion വാല്യുവേഷൻ എത്തുമ്പോൾ അതിനെ യൂണിക്കോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതൊരു വലിയ റേസ്, ഒരു റീലേ പോലെ, ഒരു മാരത്തനാണ്. അതല്ലാതെ മാരത്തൺ വിത്ത് ഒരു റീലേയാ. ബിക്കോസ് എല്ലാ റൗണ്ടിലും 1.5 കൊല്ലം 18 months കൂടുമ്പോഴും ഒരു കുറച്ചുകൂടെ വലിയ ഇൻവെസ്റ്റർ വന്ന് കുറച്ചുകൂടെ വലിയ വാല്യുവേഷനിൽ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് തന്നാലേ ഉള്ളൂ ഈ റേസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു 300 crore വാല്യുവേഷൻ എത്തിയിട്ട് നിൽക്കുമെന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് അറിയാം ഇത് ആരും ഇൻവെസ്റ്റ് ചെയ്യൂല. എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റർ ചെയ്യൂല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്, അതായത് വില്ല VCs വരത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് മൈക്രോ VCs വരൂല എന്ന് എനിക്കറിയാം. മൈക്രോ VCs വരാത്തത് കൊണ്ട് അതിന് മുമ്പത്തെ ഇൻവെസ്റ്ററും വരൂല എന്ന് എനിക്കറിയാം. സോ അൺലിമിറ്റഡ് സ്കേലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സോ ലുക്ക് അറ്റ് യുവർ പ്ലാൻ, see whether it is scalable immensely, and your vision should also be like that. ലിമിറ്റഡ് വിഷൻ ആണെങ്കിലും ഞങ്ങൾക്ക് പേടിയായിരിക്കും ഇത് എത്ര ഗ്രോ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഉറപ്പുണ്ടാകത്തില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദോസ് ഫാക്ടേഴ്സ്. അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഐ വാസ് പ്രിപ്പയർഡ് വിത്ത് ലിസ്റ്റ്. സോ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിത് പറഞ്ഞു. All right, no problem. So I'll try to get more idea on that through the questions. So എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത്, we are approaching towards the last 20 minutes of the program. So please keep your hand raised. അപ്പോൾ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ I will be calling you after 7:40 Dubai time. ഓക്കെ. സോ തൊട്ട് നേരത്തെ വിനയ് പറഞ്ഞൊരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഐഡിയ ഉള്ള ഐഡിയ ആൾക്കുണ്ട്, പക്ഷെ അയാൾക്ക് ആ ഒരു സ്ഥാപനത്തിനെ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ വാല്യുവേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു എക്സ്പെക്റ്റഡ് ഒരു ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും വലിയ ഐഡിയ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഏനോ ബിക്കോസ് പുള്ളിക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് അറിയണ്ടാവില്ല. എത്രത്തോളം ഞാൻ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എക്സ്പാൻഡ് ചെയ്യണം നിങ്ങൾ, എത്രത്തോളം ഞാൻ വേറെ ഓരോ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഐഡിയ ഒന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഹി നോസ് ദാറ്റ് ദിസ് ഈസ് എ പെയിൻ ആൻഡ് ദിസ് ക്യാൻ ബി സോൾവ് വെരി മച്ച് ഇൻ ദ ഇൻഡസ്ട്രി എന്നൊക്കെ അറിയണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അവിടെ ഏത് രീതിയിലാണ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനത്തിന് സഹായിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യുവർ കമ്പനി ഹൗ ഡു യു ഹെൽപ് ദെയർ? വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഒരിക്കലും ആ സ്റ്റേജിൽ വരത്തില്ല. ഐഡിയേറ്ററി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേം അത് ചെയ്യും. പക്ഷെ ഐഡിയേറ്ററി ബിക്കോസ് ലോകത്തിലെ എല്ലാവർക്കും ഇല്ലെങ്കിൽ ഒരു ലോകത്തിലെ 80% ആൾക്കാർക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. അതുകൊണ്ട് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഞങ്ങളത് അങ്ങ് ഓപ്പൺ ഔട്ട് ചെയ്ത്, നിങ്ങൾക്ക് വളരെ വേഗ് ഐഡിയ ഉണ്ടെങ്കിൽ, ഐഡിയേറ്ററിയിൽ അതാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്കൊരു വേഗ് ഐഡിയ ഉണ്ട്, അത് നടത്താനുള്ള ഒരു ബേസിക് എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ ബാക്കി ഞങ്ങളായിക്കോളാം എന്നുള്ളതാണ് ഐഡിയേറ്ററിയുടെ ഫിലോസഫി. അത് എനിക്കറിയാവുന്ന അധികം പേർക്ക്, അധികം ഇൻവെസ്റ്റ്മെന്റ് ഹൗസസ് അത് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഐഡിയേറ്ററിയുടെ അത്രയും ക്രൂഡ് ഫൗണ്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തീസീസിലെ പറയും ഞങ്ങൾക്ക് ഫൗണ്ടിങ് ടീംസ് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല, അവർ ലൈക്ക് ഓൾ എൻകംപസിംഗ് നോളജ് ഒന്നും അവർക്ക് ആവശ്യമില്ല എന്നുള്ളത് ഞങ്ങൾ പറയുന്നത്. അത് ഭയങ്കര റെയറാണ്. ദർ ആർ ടു മെനി പീപ്പിൾ ഹു ഡു ഇറ്റ്. ഞാൻ അതുകൊണ്ടും കൂടിയാണ് ഈവൻ ഇൻ ഐഡിയേറ്ററി കോണ്ടെക്സ്റ്റ് ഐ ഡോണ്ട് ഓപ്പൺ ഔട്ട് ആൻഡ് സേ വി ഡു ഇറ്റ്, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഒരു ഇറ്റ്സ് ലൈക്ക് ഓപ്പണിംഗ് ഔട്ട് ആൻഡ് ഒരു huge number of applications and all that. So, but earlier stage investment mentors ഉണ്ട്, സ്റ്റാർട്ടപ്പ് മെന്റേഴ്സ് പലരും ഉണ്ട്, co-founders ഉണ്ടാവും, നമ്മുടെ എക്സ്പെർട്ടീസിനെ മാച്ച് ചെയ്യാൻ പറ്റിയത്. അതായത് എനിക്ക് ഫിനാൻസ് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ടെക്നോളജി നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഫിനാൻസും മാർക്കറ്റിംഗും ഓപ്പറേഷൻസും അറിയാവുന്ന വേറെ ആളൊരു co-founders. ഞാൻ പറയുന്ന പലപ്പോഴും co-founders ഉള്ള സ്റ്റാർട്ടപ്പ് ഫണ്ട് ദേ ഡു മച്ച് ബെറ്റർ. ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാനും ഒക്കെ എളുപ്പം co-founders ഉണ്ടെങ്കിലാണ്. So finding co-founders, finding mentors, finding entities like Ideatory, all this helps. And പിന്നെ ചെയ്യാവുന്നത് is ഈ ഇൻക്യുബേറ്റേഴ്സ്. വേറെ ഐഡിയേറ്ററീസ് പോലത്തെ വേറെ ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ കോളേജസിന് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ടാവും. കേരള ബേസ്ഡ് ആണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്. They provide a lot of support.
സോ ആ ഏർലിയർ സ്റ്റേജസിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയും ഒരു ബിസിനസ് ഒന്ന് പെർഫെക്റ്റ് ചെയ്ത ലെവൽ ഒരു പ്ലാൻ അങ്ങ് ഫ്രെയിം വർക്ക്സ് ഉണ്ടാക്കാനും ഐ ബിലീവ് അങ്ങനത്തെ സപ്പോർട്ടാണ് ഏറ്റവും ഐഡിയൽ. ഞാൻ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സോഴ്സസേ ഉണ്ടാവത്തുള്ളൂ. പിന്നെയുള്ള ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ സ്റ്റേജ് ദ 3 Fs എന്നാണ് തമാശയ്ക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഇൻഡസ്ട്രിയിൽ പറയുക. ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ. സത്യം പറഞ്ഞാൽ ഐഡിയേറ്ററി അതേ റൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവര്. സോ വി ഇൻവെസ്റ്റ് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ് എന്നാണ് പലപ്പോഴും നമ്മൾ പറയുക. അറ്റ് ദാറ്റ് സ്റ്റേജ് വി ഇൻവെസ്റ്റ്. ബിക്കോസ് ഞങ്ങൾ കുറെ കോ ഫൗണ്ടേഴ്സ് ആയിട്ടാണ് ഐഡിയേറ്ററിയുടെ ബിസിനസ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. വെറെവർ വി ഇൻവെസ്റ്റ് വിത്ത് ഐഡിയേറ്ററി വി കാൻ കൺസിഡർ അസ് കോ ഫൗണ്ടേഴ്സ്. But the rest of the investment of vehicles that we use kuറെ kuda later stage. Earlier stage these are the options. All right. Okay. So now we'll start taking the question from our friends if they have a question. Okay, Dr. Faisal. Hi, good morning, everyone. Good morning, Vinay. Good morning, Afar. Good morning. Good morning. Good morning. Vinay, I have actually 3 questions actually. So my first question is, when you're giving an investment, is it for a specific period? And question number 2, how do you monitor the financial performance of the company and how frequent you do that? My third question is, how do you evaluate the credibility of the financials provided by the company? So either I'll take your first question. I'll take your first question first, which is so basically period. to I beg your pardon? Yeah, I was talking about the period of the investment. Any specific period of the investment? Yeah, of course. Yeah. So period la palappozhum earlier stages la varumbam you should expect to have to probably stay on for a long journey, which could go up to 7 to 10 years. Because adine mumbe iranganengila 2 options are ulle. ഒന്ന് ഒരു അക്വിസിഷൻ സംഭവിക്കണം. കമ്പനി കുറച്ച് നല്ല ട്രാക്ഷൻ കിട്ടുമ്പോൾ ഒരു വലിയ കമ്പനി ഒന്ന് അക്വയർ ചെയ്താൽ ഒരു അക്വിസിഷനാണ്. അല്ലെങ്കിൽ വലിയൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരുമ്പോൾ അവർ കുറെ പേരെ ഈ ക്യാപ് ടേബിൾ ഓണേഴ്സ് ആയിട്ട് കാണും. ഇവരെ എല്ലാവരുമായിട്ട് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഇക്വിറ്റി അവര് അക്വയർ ചെയ്യും, ടേക്ക് ഓവർ ചെയ്യും. അത് എപ്പോഴും സംഭവിക്കണം എന്നില്ല, പലപ്പോഴും സംഭവിക്കും, കൂടുതലും സംഭവിക്കും. അതും സംഭവിക്കുന്നത് ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഇൻവെസ്റ്റർ വരും. ആ ഇൻവെസ്റ്ററിന്റെ സമയത്ത് നമ്മൾ ഇറങ്ങണമെന്ന് നിർബന്ധം പിടിച്ചാൽ ആ ഇൻവെസ്റ്ററെ ചിലപ്പോൾ പോയി പോകും. ബിക്കോസ് ഉള്ള കമ്പനിക്കകത്ത് നടക്കുന്ന സാധനങ്ങൾ എന്താണ് എന്ന് 100% അറിയാവുന്ന ആൾക്കാർ ഇറങ്ങാൻ കാത്തിരിക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ എന്തിനാ എന്റെ കാശ് കൊണ്ടേ അകത്ത് ഇടുന്നതെന്നുള്ളൊരു ഫീലിംഗ് ഇൻവെസ്റ്റേഴ്സിന് വരും. അതുകൊണ്ട് പലപ്പോഴും ഞാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് സ്റ്റേ ഓൺ ഫോർ എ ലോങ് ടൈം. സോ എക്സിറ്റ് ഓപ്ഷൻസ്, പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഇക്വിറ്റി പ്രൈവറ്റ് മാർക്കറ്റിലെ ഷെയർ ആണല്ലോ, മാർക്കറ്റിൽ വിൽക്കാൻ പറ്റത്തില്ല. IPO നടക്കുവാണെങ്കിൽ അതൊരു 8-10 കൊല്ലമെങ്കിലും എക്സ്പെക്ട് ചെയ്യണം. IPO നടക്കുവാണെങ്കിൽ അപ്പം വിൽക്കാം, അല്ലെങ്കിൽ അക്വിസിഷൻസ് നടക്കണം, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റർ വന്നിട്ട് ആ പ്രീമിയമില് ഹയർ വാല്യുവേഷനിൽ നമ്മുടെ ഷെയർ അവരെടുക്കണം. ഈ 3 അത് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും 100% പറയാൻ പറ്റത്തില്ല. The second one is how often do you monitor എന്ന് ചോദിച്ചാൽ അത് ഓരോ ഇൻവെസ്റ്ററും അവരുടെ പ്രിഫറൻസസ് അനുസരിച്ചാണ് പറയാറ്. എനിക്ക് തോന്നുന്ന ഞങ്ങൾ ഒരു മന്ത്ലി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വാർട്ടർലി കോളും ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് പ്രോസസ്സിൽ. We have a standard post-investment process which we share with our founders and tell them that ഈ post-investment process അനുസരിച്ച് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്ന്. If I'm not mistaken, ഒരു മന്ത്ലി റിപ്പോർട്ടും ഒരു ക്വാർട്ടർലി കോളുമാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ആനുവൽ ഫിനാൻഷ്യൽസ് ഒക്കെ എന്ത് പറ്റിയാലും കിട്ടും. പിന്നെ പക്ഷെ ചിലപ്പം ചില കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിൽ ബിക്കോസ് ഐ എം മോർ ഓഫ് എൻ ആക്റ്റീവ് ഇൻവെസ്റ്റർ വിത്ത് എ ടീം, എന്റെ ടീം ഇസ് വെരി ഇൻവോൾവ് വിത്ത് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽസ്. എല്ലാ മാസവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾക്ക് അറിയാം എന്താ സംഭവിക്കുന്നത്. ബട്ട് അത് എപ്പോഴും അങ്ങനെ ആവണം എന്നുള്ളത് ഇല്ല. പല ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയണമെന്നില്ല. ആൻഡ് ഇൻ ടേംസ് ഓഫ് ക്രെഡിബിലിറ്റി, ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽസ് സാധാരണഗതിയിൽ സ്റ്റാർട്ടപ്സിന്റെ ക്യാഷ് ഓപ്പറേഷൻസ് ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. കൂടുതലും പല സ്റ്റാർട്ടപ്സിനും എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്നത് വുഡ് ബി ഡിജിറ്റലി ഓർ ത്രൂ ദി അക്കൗണ്ട് അറ്റ്ലീസ്റ്റ്. അപ്പം അത് വെച്ചിട്ട് ഫണ്ട് ഫ്ലോ മോണിറ്റർ ചെയ്യാൻ അങ്ങനെ വലിയ എവറിത്തിങ് ഇസ് ഓൺ പേപ്പർ.
And because startups അങ്ങനെ ചെയ്താൽ മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സ്റ്റാർട്ടപ്പ് കൂടെ ഞാൻ ക്യാഷിലാണ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വലിയ വാല്യുവേഷനിൽ അത് സംഭവിക്കാൻ വി കാൺട്ട് അലൗ ദാറ്റ്. ബിക്കോസ് പിറ്റേ ദിവസം ബെറ്റർ വാല്യുവേഷനിൽ ആരും വരത്തില്ല ടു അക്വയർ ദ സ്റ്റാർട്ടപ്പ്. ബിക്കോസ് ഈ ഫിനാൻഷ്യൽസ് ഒക്കെ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് തീരുമാനിക്കുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. സോ ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി, ഐ വുഡ് സേ. In terms of the credibility, that's all you can do. There is no other way you can do it. Right. Do you appoint your own people in the company, or you completely trust on their financials? No investor generally appoints their own people in the company. We trust their financials. And board observatory and board rights, അതായത് ഒരു ബോർഡിൽ ഒരു ബോർഡ് സീറ്റ് വേണമെന്ന് പറയാൻ, എന്നിട്ട് ബോർഡിന്റെ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ഇൻഫർമേഷൻ റൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ടേം ഷീറ്റിൽ പറയും. എനിക്ക് വേണ്ട ഈ ഇൻഫർമേഷൻ ഒക്കെ പുതിയതായിട്ട് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയണം, വേറെ പുതിയൊരു ഷെയർ ഹോൾഡറിനെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ അറിയണം, കീ അപ്പോയിന്റ്മെന്റ്സ് അറിയണം എന്നൊക്കെ പലപ്പോഴും പറയും. Right. Okay. Thank you, Faisal. Yeah. Now let us go to Shabir. Yes, what we are discussing with Vinay is റൈസിംഗ് വെഞ്ചർ ക്യാപിറ്റൽ ഫോർ യുവർ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു തീമിലാണ് നമ്മൾ മീറ്റിംഗ് ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ഓവർ ടു ഷബീർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഷബീർ, ഖത്തറിനാണ് സംസാരിക്കുന്നത്. വിനയ് സാർ, ഞാൻ നാട്ടിൽ ഖത്തർ പഫ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഡെവലപ്പ് ചെയ്തു. വയനാട്ടിലെ എൻ്റെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചില ഫണ്ടിങ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ സ്ഥാപനത്തിന് ക്വിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പം നിങ്ങളെപ്പോലെ ഒരാളെ അന്ന് പരിചയപ്പെടാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എനിവേ ഞാനിപ്പോൾ ഖത്തർ ഫ്രീ സോണിലുള്ള ഒരു കെമിക്കൽ കമ്പനി നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജിലാണുള്ളത്, എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജിലാണുള്ളത്, ഒരു കൊറിയൻ ടൈപ്പോട് കൂടി. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങളെപ്പോലെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഒരു പ്രോജക്ട് റിപ്പോർട്ടാണ് നമ്മൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അറിയേണ്ടത്. Yeah, so detailed project report, initial evaluation ഒരു ഗൂഗിൾ ചെയ്താൽ പിച്ച് ഡെക്സ് എന്ന് കാണും. There are different good pitch decks that you'd be able to see. PowerPoint-ല് പ്രോബ്ലം എന്താണ്, നിങ്ങൾ വാട്ട് ഇസ് ദ പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ എന്താ, ഈ സൊല്യൂഷന്റെ മാർക്കറ്റ് സൈസ്, ഗ്ലോബൽ മാർക്കറ്റ് സൈസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേറ്റർ ചെയ്യാൻ പറ്റിയ മാർക്കറ്റ് സൈസ് എന്താണ് ഉള്ളത്, ഈ മാർക്കറ്റ് സൈസ് കേറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങളുടെ സ്പെസിഫിക് ആ സൊല്യൂഷന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ചോദിക്കും. പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫൗണ്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എത്രയാണ് ഫണ്ട് വേണ്ടത്, ഈ ഫണ്ട് എത്ര നാൾ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും, എന്തിലൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഈ ഫണ്ട് ചെലവാക്കി കഴിഞ്ഞ് കമ്പനി എവിടെ എത്തും ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്. ഇത് മാത്രം വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ ഒരു പിച്ച് ഡെക്കിൽ ഉണ്ടാവത്തുള്ളൂ. ഡീറ്റെയിൽ ഫിനാൻഷ്യൽസ്, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് പലപ്പോഴും വേണമെന്ന് നിർബന്ധം പോലും ഇല്ല. പക്ഷെ അത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ തുടക്കത്തിൽ കാണാൻ നിങ്ങൾക്ക് 100% ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ മതി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ. ഞാൻ ഇത് പറയുന്ന കോണ്ടെക്സ്റ്റിൽ ഞാൻ ഈ ഫാക്ടറി സെറ്റപ്പ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പലപ്പോഴും അസറ്റ് ഹെവി ബിസിനസ്സസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കാം. എന്നാന്ന് വെച്ചാൽ ആ അസറ്റിൽ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് എത്രമാത്രം ഗ്രോ ചെയ്യോ ഇല്ലേ, അതായത് പലപ്പോഴും ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് എനിക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഞാൻ, അല്ലെങ്കിൽ ഫേസ് ക്രീം എനിക്കൊരു ഗ്രേറ്റ് ഫോർമുല ഉണ്ട്, ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് വന്ന് അവർ ഫാക്ടറി ഇടാൻ വേണ്ടി 4 കോടി രൂപ ചോദിച്ചാൽ ഞങ്ങൾ സാധാരണ പറയുക, നമുക്ക് വേറൊരാളെ കണ്ടുപിടിച്ച് ഈ ഫേസ് ക്രീം ഉണ്ടാക്കി ബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് വിറ്റ് തുടങ്ങാം. അപ്പൊ ചിലപ്പം 200 രൂപ ഒരു ക്യൂബിന് പ്രോഫിറ്റ് കിട്ടുന്നതിന് പകരം 50 രൂപയെ കിട്ടത്തുള്ളായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട് ചെയ്തോളാം. ബിക്കോസ് ഈ 50 രൂപയും കൊണ്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപ കിട്ടും എന്നുള്ളത്. മറ്റേത് 4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നടക്കൂല, നിങ്ങൾക്ക് വേറെ കുറെ കഴിവുകൾ വേണമല്ലോ ഒരു ട്യൂബ് ഒരു കോസ്മെറ്റിക് ഗ്രോ ചെയ്യാൻ. ബാക്കി കഴിവുകളൊക്കെ ഉണ്ട്, ഇത് ആക്ച്വലി നടക്കുന്നുണ്ട്, ഇതുകൊണ്ട് കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ടെന്ന് എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറി ഇടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ബട്ട് തുടക്കത്തിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റാർട്ടപ്സിനും തുടക്കത്തിൽ ഒരു അസറ്റ്സും ഉണ്ടാവില്ല. എല്ലാം ആ ബിസിനസ് ഐഡിയ വാലിഡേറ്റ് ചെയ്യുക, പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാറുള്ളൂ. അപ്പം just letting everyone know, because if it's an asset heavy investment, early stage investors usually keep away. More traditional investors would be, or debt is what we recommend.
ഓക്കെ, താങ്ക് യു. അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ഞങ്ങൾ ഡെറ്റ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങളെ ടീമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് ഇവിടെ ഷെയർ ചെയ്യണേ, നമുക്ക് അവരായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തരും ഷബീർ. നോ പ്രോബ്ലം. ഐ വിൽ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻ ഇൻ ദാറ്റ്. യാ, താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ ഷബീർ, ആൻഡ് ഐ അപ്രീഷിയേറ്റ് യു ജോയിൻ ഫ്രം ഖത്തർ ഇൻ ദിസ് early hours. Now let me go to Akhosh. Good morning. Vinay sir, hello. Good morning, Anush. പറഞ്ഞോളൂ. Yeah, I can hear you. Sir, ഞാനൊരു സോഷ്യൽ ഓണ്ടർപ്രണർ ആണ്. എന്റെ ചോദ്യം എന്ന് വെച്ചാല് ഞാനിപ്പോ MEP-യിലേക്ക് പോവാണ്. ഈ ഒരു സ്റ്റേജിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ സാധ്യതകളുണ്ടോ? ഉണ്ട്. There are angels if the cost is nice and if you have an expertise, if you have clarity on what you're trying to do and all that. Each stage, of course, there are angels who might want to invest. It's all a matter of how much clarity you have, how clear your plan is, what your background is, and things like that. But there is no limitation just because of where you are. I can't say that that you cannot get angel investment. Okay. ഇപ്പോ ട്രാക്ഷൻ ഇല്ലാത്ത എന്റെ പോലത്തുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ബേസിക്കലി നോർമലി ഈ പറയുന്ന ചോദിക്കുന്ന ഷെയർ വളരെ കൂടുതലായി കാണാറുണ്ട്. നോർമലി ഇപ്പൊ എത്രയൊക്കെ ആയിരിക്കും അതിന്റെ ഇക്വിറ്റി ചോദിക്കുന്നുണ്ടാവുമോ? So depends. എത്ര ഫണ്ട് ആവശ്യമുള്ളത് ഞാൻ ഈ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, യെസ്, ക്വസ്റ്റ്യൻ ഇസ് ടു യു ആഘോഷ്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, there are several ways in which startup valuations happen. There is no universally fully accepted valuation process. ഞാൻ 2 കൊല്ലം വാല്യുവേഷൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടും reality at the earliest stages is got nothing to do with what you learn in business school. Later stagesലാണ് കുറച്ച് ട്രാക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ of course valuation is based on a lot of metrics and other tools. But earlier stages പലപ്പോഴും ഞാൻ നോക്കുന്നത് 10% കൂടുതൽ ലിക്വിഡേഷൻ ഉണ്ടാവാൻ പാടില്ല. മാക്സിമം 15%. ഈ 15% ലിക്വിഡേഷൻ ആണ് വേണ്ടതെങ്കിൽ ഇഫ് യു നീഡ് my question was how much of funds do you need? No, like I'm not asking about fund. ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് എടുക്കുന്ന ഷെയർ ഉണ്ടാവുമല്ലോ, ഷെയർ പാർട്ട് എത്ര 15% ഷെയർ ആണോ, ലൈക്ക് 20% ആണോ ട്രാക്ഷൻ ഇല്ലാത്ത കമ്പനികളിൽ? അപ്പൊ ഞാൻ അതായത് ഇഫ് യു വാണ്ട് ടു റേസ് 100 crores, ആരും 15% സ്റ്റേക്കില് ഐഡിയ സ്റ്റേജ് കമ്പനിയിൽ തരത്തില്ല. ഇഫ് യു വാണ്ട് ടു റേസ് 10 lakhs, ചിലപ്പോൾ 15% സ്റ്റേക്ക് പോലും വേണ്ട വരത്തില്ല. 2% സ്റ്റേക്കോ വല്ലതും മതിയായിരിക്കാം, അല്ലെങ്കിൽ 5% സ്റ്റേക്കോ മതിയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര ഫണ്ട് വേണം എന്നുള്ളതനുസരിച്ചിരിക്കും എത്ര ഇക്വിറ്റി ആൾക്കാർ ചോദിക്കുന്നുള്ളത്. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം 1 year വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടെ എനിക്ക് ഇപ്പൊ റിക്വയർമെന്റ് 1.25 crores ആണ് എന്റെ റിക്വയർമെന്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ആസ്ക് എത്രയായിരിക്കും, ലൈക്ക് എത്ര ശതമാനം ചോദിക്കുന്നുണ്ടാവും? അപ്പൊ അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഒരു ഐഡിയ സ്റ്റേജിൽ ഇന്ത്യൻ വാല്യുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 CR കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ 5 CR വാല്യുവേഷൻ നോക്കുവാണെങ്കിൽ 1.25 crores 25% dilution വരും, which is very unhealthy for a startup. So what I would recommend that you do is, അതിനേക്കാളും ട്രാക്ഷൻ വരാൻ വേണ്ടി look at alternate plans. 50 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ 50 ലക്ഷം രൂപ റേസ് ചെയ്ത് എന്തെങ്കിലും ട്രാക്ഷൻ prove to people that you can get this things done, and then probably raise more funds at a higher valuation. Got it. All right. Okay. So one more question still, please. Yeah. Hello. Make it. Yeah. Sir, ഇതിനകത്ത് ഇപ്പൊ ലൈക്ക് സാർ ഇപ്പൊ വൺസ് ഇൻവെസ്റ്റ് ചെയ്തു, അതിനകത്ത് ഒരു സ്റ്റേയിങ് പീരീഡ് ഉണ്ടാവുമല്ലോ, അത് റിട്ടേൺ കിട്ടാനായിട്ട് മേ ബി 5 times or 10 times ആയിരിക്കും റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ആ സ്റ്റേയിങ് പീരീഡ് 5 years or 3 years അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടോ? ഇല്ല, ഈ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഷെയർ ആര് തരും? എനിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് പിറ്റേ ദിവസം തന്നെ ഫൈനാൻസ് കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളൂ. ബട്ട് ഐ ആസ് എൻ ഇൻവെസ്റ്റർ റിയലൈസ് ദാറ്റ് എനിക്ക് അങ്ങനെ ഒന്നും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഞാനിത് കയറി കഴിഞ്ഞാൽ I have to stay there until you're acquired, or you start making huge cash revenues and you are able to, the company is able to buy back my share, or there is something like an IPO, or there a bigger investor comes in, acquires my stake. അങ്ങനെ വല്ലതൊക്കെ സംഭവിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അതെനിക്ക് നിർബന്ധം. ചിലവരുണ്ട്, ശരിയാണ്, there are investors. നമ്മൾ ട്രഡീഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 3 കൊല്ലം കൊണ്ട് എനിക്ക് എന്നെ കാശ് വേണം, എനിക്ക് 12% മിനിമം റിട്ടേൺ വേണം,
കിട്ടുവാണെങ്കിൽ എനിക്ക് 100x കിട്ടണം, പക്ഷെ ഇല്ലെങ്കിൽ എനിക്ക് 12% മിനിമം റിട്ടേൺ പറയണമെന്ന് പറഞ്ഞ അഗ്രിമെന്റ്സ് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള, ഞാനത് എന്റെ സ്റ്റാൻഫോർഡിലെ ക്ലാസ്സിലോ വല്ലോ ഞാൻ അങ്ങനെ ഒരു അഗ്രിമെന്റ് എഴുതുന്നു പറഞ്ഞാൽ എന്താണ് എന്നെ ഭയങ്കര മോശമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ പല ഇൻവെസ്റ്റേഴ്സ് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഐ വുഡ് നെവർ ഡു ദാറ്റ്. എനിക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും കാശ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഹാവ് ടു സ്റ്റേ ഓൺ. ഏഞ്ചൽ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂല് തന്നെയാണ് സാർ ഇത് പറഞ്ഞത് അല്ലേ? യെസ്. All right. Okay. Thank you, Agosh. Thank you very much. Now, is there any question for any of you? Please, you may raise your hand. I'll take up you to ask the question. Now, നമ്മൾ സെഷന്റെ അവസാനത്തെ 5 മിനിറ്റിലോട്ട് കടന്നിട്ടുണ്ട്. ഇവിടെ 7am ബിസിനസ് ക്ലബ് എന്നുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം ആരെങ്കിലും മെമ്പേഴ്സ് അല്ല, ആൻഡ് ഇഫ് യു വാണ്ടഡ് ടു ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻസ് ഓൺ അവർ ഡെയിലി സെഷൻസ്, യു കൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് ആൻഡ് യു കൻ ജോയിൻ ഇൻ ദിസ് WhatsApp community. There was a question in chat box, Vinay, from Naufal. I think this is already answered by you earlier. If I invest 10 lakhs on a startup of a value of 1 crore, how many percentage of share I will get? 10% അല്ലേ? ഇപ്പം പലപ്പോഴും 10% തന്നെയാണ്. അതിൽ വ്യത്യാസം വരുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഞങ്ങൾ ഒരു വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രീ മണി ആണോ പോസ്റ്റ് മണി ആണോ എന്ന് ചോദിക്കും. പ്രീ മണി വാല്യുവേഷൻ ഓഫ് 1 crore എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടപ്പിന്റെ വാല്യൂ 1 crore ആണ്. ഞങ്ങൾ 10 lakhs കൂടെ ഇടുന്നു. അപ്പം എനിക്ക് എത്രയാ കിട്ടുക? 9.9 അല്ലേ കിട്ടത്തുള്ളൂ? ഐ മീൻ 9ന്റെ അടുത്തല്ലേ കിട്ടത്തുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം പോസ്റ്റ് മണി വാല്യുവേഷൻ 1 crore എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ അതുകൊണ്ട് ആ സ്റ്റാർട്ടപ്പ് ഓഫ് ഇറ്റ്സ് വാല്യൂ 1 crore എന്നുള്ളത് പ്രീ മണി ആണോ പോസ്റ്റ് മണി ആണോ എന്നുള്ള ആ ഒരു ടേമും കൂടെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്താലേ ആൻസർ പെർഫെക്റ്റ്ലി പറയാൻ പറ്റത്തുള്ളൂ. പോസ്റ്റ് മണി വാല്യുവേഷൻ ആണെങ്കിൽ 10%, അതായത് ഈ 10 കൂടെ 10 lakhs കൂടെ വന്നു കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ടപ്പിന്റെ വാല്യുവേഷൻ 1 crore ആണെന്ന് കൺസിഡർ ചെയ്യാനാണെങ്കിൽ ഓഫ് കോഴ്സ് 10%. ബട്ട് മറ്റേതാണെങ്കിൽ 10/1.1 ആ വരുക, 1/1.1 ആ വരുക. Okay, all right. Okay, so I have a couple of other questions in hand, but I'm not asking it because I have to respect your time. In fact, എനിക്ക് എല്ലാ ഓഡിയൻസിനോടും പറയാനുള്ളത്, you may please switch on your video and we have to give a good send off to Vinay from the session. In fact, വിനയുടെ ഒരു ഫാമിലിയിൽ ഒരു മരണം ഇന്നലെ എൻ്റെ അടുത്ത് ഈ കമ്മിറ്റ് ചെയ്തതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഹി കെപ്റ്റ് ദ വേർഡ് ആൻഡ് ഹി പുള്ളി ഇത് കഴിഞ്ഞ ഉടനെ പോകാനിരിക്കുകയാണ്. സോ ഐ ആക്ച്വലി റെസ്പെക്ട് ആൻഡ് നിങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയാണ്. ബിക്കോസ് ഈ വുഡ് ഹാവ് ടേക്ക് അതർ ഓപ്ഷൻ ആസ് വെൽ, അല്ലേ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫാമിലിയിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് സ്റ്റോപ്പ് ഹിം. ബട്ട് ദ വാല്യൂ ഹി കെപ്റ്റ് ആൻഡ് ദ കമ്മിറ്റ്മെന്റ് ഹി കെപ്റ്റ്, വി ടോട്ടലി respect and salute you, Vinay, for that kindness what you showed to this platform. And while we ending this session, do you have anything to add? എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? No, I promote entrepreneurship. I believe that എല്ലാവർക്കും അറിയാം കഴിഞ്ഞ 40 years the wealth creation has happened through that. So if you can explore entrepreneurship, it's a great thing. ഞാൻ അതിന്റെ ഒരു വലിയ ബിലീവർ ആണ്. വെരി പാഷനറ്റ് അബൌട്ട് entrepreneurship, which is why I do all this. വെഞ്ചർവേയിൽ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ സർവീസസ് എല്ലാം 100% ഫ്രീ ആണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സർവീസസും എല്ലാം എവറിത്തിങ് ഇസ് 100% ഫ്രീ. അത് ചെയ്യുന്ന എനിക്ക് വേറെ ആരെ അറിയത്തില്ല. ഇതേപോലെ ഫ്രീ സർവീസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാവർക്കും കൊടുക്കുന്ന I don't know anyone else in the world who does everything that we do for free. But അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, the number of people we can help. അതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ധാരാളം അപ്ലിക്കേഷൻസ് വരും, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പേരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ പോലും I would recommend that you explore your entrepreneurial journeys and through using whatever resources available to you. Okay, thank you so much. And നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു ബൈ പറയാം, താങ്ക്സ് പറയാം. ബട്ട് പ്ലീസ് ഡോണ്ട് ആസ്ക് എനി അഡീഷണൽ ക്വസ്റ്റ്യൻ because he has to leave. Thank you very much, Vinay. And it was a super experience for me also to know something which I was not that aware of. Thank you very much, Vinay, and we'll be in touch. Yeah. Pleasure was mine. Thank you so much. Thank you. Vinay. Thank you, sir. Thank you very much. Cooperative, sincere. Thank you. Thank you. Pleasure was mine. Thank you so much. Yes, Vinay. Thank you, sir. Thank you very much.
Yes, Vinay, you may leave. Yeah, thank you very much. All right, I'll do that. Thank you. Bye. So friends, നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആൻഡ് ടുമോറോ വി ഹാവ് എ വെരി പോപ്പുലർ ട്രെയിനർ. യു മസ്റ്റ് ബി നോയിങ് ഖസാക്ക് ബെഞ്ചാലി. ഖസാക്ക് ബെഞ്ചാലിയാണ് നാളെ നമ്മുടെ ഗസ്റ്റ്. സത്യത്തിൽ അദ്ദേഹം ഒരു കുറെ ട്രെയിനിങ്ങുകളൊക്കെ എടുത്തു പോകുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ നാളെ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെയിനിങ് സ്റ്റഫ് അല്ല. The most beautiful thing about tomorrow's session is അദ്ദേഹം ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് ഒരു നമ്മുടെ ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പിലോട്ട് ഇറങ്ങുന്ന സമയത്ത്. സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മാനേജറും പിന്നെ കമ്പനിയുടെ ചില സിസ്റ്റംസും പോളിസീസും ഒക്കെ നമ്മളെ പണിയെടുപ്പിക്കും. പക്ഷെ ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു ആഗ്രഹവും പാഷനും ഒരു ഫയറും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാരിറ്റി ഒക്കെ ആവശ്യമാണ്. ഇപ്പം ഈ കാര്യത്തിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു യുനോ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ് ഖസാക്ക് ബെഞ്ചാലി. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് ഹിം വാട്ട് ഈസ് ദിസ് യുനോ ദറ്റ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽഫ് മോട്ടിവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളത്. ആ ഒരു ടൈറ്റിലാണ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ നാളെ രാവിലെ 7 മണി ദുബായ് സമയത്തും ഈ ഒരു സെഷനിലോട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആളുകൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് മേലെ കാണുന്നുണ്ട്. Yes, yeah. So you're officially closing the meeting over here, and we'll be keeping this platform open for another 4 minutes. Yeah, if you have anything to